ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിക്ഷേപം, ലാഭം കൊയ്യാൻ 5 താക്കോലുകൾ. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായുണ്ടാകുന്ന പണം സൂക്ഷിക്കുന്നതിനു പുറമെ അത് വളർത്തുന്നതും പ്രധാനമാണ്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപം മുതൽ ഓഹരി വിപണി വരെ നിരവധി നിക്ഷേപ മാർഗങ്ങളുണ്ട്. എന്നാൽ ഏതു നിക്ഷേപം തിരഞ്ഞെടുക്കുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ അവ. 1. സുരക്ഷിതമായ കൈകളിൽ. നിക്ഷേപം സുരക്ഷിതമായിരിക്കണം. സർക്കാർ സ്ഥാപനങ്ങൾ, റിസർവ് ബാങ്ക് അല്ലെങ്കിൽ അംഗീകൃത ഏജൻസികൾ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രം നിക്ഷേപിക്കുക. ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണമുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾ സർക്കാർ സംരക്ഷിതമാണ്. ഓഹരി വിപണി, മ്യൂച്വൽ ഫണ്ടുകൾ സെബിയുടെ നിയന്ത്രണത്തിലാണ്. ചിട്ടികൾ സർക്കാർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ആയിരിക്കണം. ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. 2. ലാഭം കൊയ്യാം. നിക്ഷേപം ലാഭം നൽകണം. ഓഹരികളിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ഡിവിഡൻഡ് ലഭിക്കും. ബാങ്കിൽ നിന്ന് പലിശ ലഭിക്കും. ചിട്ടിയിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കും. ഏത് തരത്തിലുള്ള ലാഭമാണ് ലഭിക്കുന്നത്, അതിന്റെ അളവ് എത്രയാണ് എന്നിവ ശ്രദ്ധിക്കുക. 3. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ലാഭം കൂടുന്നതിനനുസരിച്ച് റിസ്ക്കും കൂടും. ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. അതിനാൽ റിസ്ക് സഹനശേഷി കണക്കിലെടുത്ത് നിക്ഷേപം തിരഞ്ഞെടുക്കുക. കുറഞ്ഞ റിസ്കുള്ള ബാങ്ക് നിക്ഷേപത്തിന് 7% പലിശ ലഭിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 25% വരെ ലാഭം ലഭിച്ചേക്കാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിലെ റിസ്ക് കൂടുതലാണ്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ലാഭത്തെ ബാധിക്കും. 4. പണം വേഗം വേണമോ? ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പണം പിൻവലിക്കാൻ സമയമെടുത്തേക്കാം. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ പണം ആവശ്യമെങ്കിൽ ലിക്വിഡിറ്റിയുള്ള നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഭൂമി വാങ്ങിയാൽ അത് വേഗത്തിൽ വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം പിൻവലിക്കാൻ എളുപ്പമാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നഷ്ടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കാൻ പിഴ നൽകേണ്ടി വന്നേക്കാം. 5. അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കൊരുക്കം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ അടിയന്തര നിധി സൂക്ഷിക്കുക. അപ്രതീക്ഷിത ചെലവുകൾക്കായി ഈ നിധി ഉപയോഗിക്കാം. അടിയന്തര നിധി പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് നിക്ഷേപം പെട്ടെന്ന് പിൻവലിക്കേണ്ട ആവശ്യം ഒഴിവാക്കും. ഈ 5 താക്കോലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ കൈവരിക്കൂ. ഈ വീഡിയോയിലെ വിവരങ്ങൾ വിദ്യാഭ്യാസപരവും വിവരണാത്മകവുമായ ഉദ്ദേശ്യങ്ങൾക്ക് മാത്രമാണ്. ഇത് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ഉപദേശമല്ല. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേക ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം ഗവേഷണം നടത്തുകയും നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിനായി ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.